നാട്ടിൽ ഇറച്ചി വില കുത്തനെ കൂടിയത് മാത്രമല്ല കിട്ടാനുമില്ല. ഇതോടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സുനാമി ഇറച്ചി വിപണിയിൽ വീണ്ടും സജീവമായി. കശാപ്പ് കേന്ദ്രങ്ങളുടെ എണ്ണം കുറഞ്ഞതോടെ കോൾഡ് സ്റ്റോറേജ് വഴിയാണ് ഏറെയും വിറ്റഴിക്കുന്നത്. നിലവാരം കുറഞ്ഞ ഇറച്ചി കേരളത്തിലേക്ക് എത്തിക്കാൻ ഏജൻസികളും സജീവമാണ്. ഹോട്ടലുകൾ, ബാറുകൾ, വിവിധ ക്യാൻറ്റീനുകൾ, എന്തിനേറെ ഷവർമ വിൽക്കുന്ന ബേക്കറികളിൽ വരെ എത്തുന്നവയിൽ പലതും സുനാമി ഇറച്ചിയാണ്. കോൾഡ് സ്റ്റോറേജിലോ വഴിയോരത്തെ ഇറച്ചി വിൽപ്പന കേന്ദ്രങ്ങളിലോ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനയില്ലാത്തതിനാൽ ചത്ത മാടിന്റെ ഇറച്ചി വിറ്റാലും കണ്ടെത്താനാകില്ല. 5 വർഷം മുൻപ് പ്രതിമാസം 1.5 ലക്ഷം അറവുമാടുകളാണ് ഇങ്ങോട്ട് എത്തിയിരുന്നത്. ആ സ്ഥാനത്ത് ഇപ്പോഴെത്തുന്നത് വെറും 50,000-ൽ താഴെ മാത്രം. അതായത് 1/3 മാത്രം. ആന്ധ്രയിൽ മീറ്റ് ഫാക്ടറികളുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. വിവാഹം, മാമോദീസ, ആദ്യ കുർബാന തുടങ്ങിയ ചടങ്ങുകൾ കൂടുതലുള്ള സീസണാണിപ്പോൾ. അത് മുതലാക്കിയാണ് സുനാമി ഇറച്ചിയുടെ വില കൊടുക്കുന്നത്. പ്രതിദിനം 5 അറവുമാടുകളെ അറുത്തുകൊണ്ടിരുന്ന കശാപ്പുശാലകളിൽ ഇപ്പോൾ പ്രതിദിനം ശരാശരി ഒരെണ്ണം മാത്രമാണ് കശാപ്പ് ചെയ്യുന്നത്. കൂടുതൽ അളവിൽ ഇറച്ചി വാങ്ങുന്നവർ സുനാമി ഇറച്ചിയിലേക്ക് തിരിഞ്ഞു. വിലയും കുറവാണ്. പോത്തിറച്ചി 480 രൂപയും ആട്ടിറച്ചി 800 മുതൽ 1000 രൂപ വരെയുമാണ് മാർക്കറ്റ് വില. അതേസമയം സുനാമി ഇറച്ചി 250 രൂപയ്ക്കും അതിനു മുകളിലും കിട്ടും. തമിഴ്നാട്ടിലെ അറവുശാലകളിൽ വൃത്തിഹീനമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഇറച്ചി മതിയായ ശീതീകരണ സംവിധാനങ്ങളില്ലാതെയാണ് അതിർത്തി കടന്നെത്തുന്നത്. ഇറച്ചി സംസ്കരണവും അശാസ്ത്രീയമായ രീതിയിലാണ്. അറവുമാടുകളെ ഉൾപ്പെടെ ജില്ലയിലേക്ക് കൊണ്ടുവരുന്നതിന് ഇവയ്ക്ക് അസുഖമില്ലെന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. എന്നാൽ ഭക്ഷ്യസുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് ഇറച്ചിക്കടത്ത് നടത്തുന്നത്. രോഗം മൂലം ചത്ത മാടുകളുടെ ഇറച്ചിയാണോ വിൽക്കുന്നതെന്നും നമുക്കറിയാനാകില്ല. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇക്കാര്യം നമുക്ക് മനസ്സിലാക്കാം. വഴുവഴുപ്പുള്ളതോ ദുർഗന്ധമുള്ളതോ ആയ ഇറച്ചി വാങ്ങരുത്. വാങ്ങുമ്പോൾ തന്നെ പഴകിയതല്ലെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ സർക്കാർ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന ശക്തമാക്കണം. സുനാമി ഇറച്ചിയുടെ വിൽപ്പന കർശനമായി തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശന നടപടി സ്വീകരിക്കണം. അനധികൃത കശാപ്പുശാലകൾ അടച്ചുപൂട്ടണം.